എല്ലാവർക്കും നമസ്കാരം, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈദ് പ്രമാണിച്ചിട്ട് ഈദിൻ്റെ ഒരു വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. പഞ്ചാബിലെ ഈദ് എങ്ങനെയാണെന്നാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മളിപ്പോൾ പള്ളിയിൽ വന്നിട്ടുണ്ട്. ബാക്കിൽ കാണുന്നതാണ് ഇവിടുത്തെ പള്ളി. ഇപ്പോൾ പള്ളിയിൽ വന്നാണ്. പള്ളിയിൽ നിന്ന് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈദ് എങ്ങനെ എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. പള്ളിയിൽ വന്നപ്പോൾ ഇവിടെ കുറേ പേര് ഉരുളൻകിഴങ്ങുണ്ടല്ലോ, ഉരുളൻകിഴങ്ങ് തൊലി പൊളിക്കുന്നു. അതുപോലെ അതുകൊണ്ട് എന്തുണ്ടാക്കണമെന്ന് വെച്ചാൽ ബ്രെഡിൽ ഉരുളൻകിഴങ്ങൊക്കെ വെച്ചിട്ട് പലഹാരം ഉണ്ടാക്കുകയാണ് അവർ. അതുപോലെ നമസ്കാരം കഴിഞ്ഞാൽ ബ്രെഡും അതുപോലെ ചായയും കിട്ടും എന്നാണ് പറയുന്നത്. ഇവിടെ കുറച്ച് വയസ്സായ ആളുകൾ കുശലം പറയുന്നുണ്ട്. ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ. ഇവിടെ 9:15 നമസ്കാരം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഫിത്തർ സക്കാത്തിന്റെ അരിയൊക്കെയാണ് നമ്മൾ കൊടുക്കാറ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പഞ്ചാബിലൊക്കെ കാണുന്നത് വെച്ചാൽ പള്ളിയിൽ തന്നെ നമ്മൾ അതിന്റെ കണക്കാക്കിയിട്ട് ക്യാഷ് കൊടുക്കണം. അവരത് വീതിച്ചിട്ട് കറക്റ്റ് പാവങ്ങൾക്ക് എത്തിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആ ക്യാഷ് കൊടുക്കുന്നത്. ईद मुबारक. हमारा पैसा ഇവിടെ ഫിത്തർ സക്കാത്തിന്റെ ക്യാഷ് കൊടുക്കുന്നത് 440 രൂപയാണ്. പിന്നെ അതുപോലെ അവർ പറഞ്ഞെന്താ വെച്ചാല് തറാബിക്കുള്ള കാശ് 55 രൂപ. അങ്ങനെയാണ് ഇവർ വാങ്ങിക്കുന്നത്. ബ്രെഡ് പൊരിച്ചുകൊണ്ടിരിക്കണേ. സർദാറാണ് പൊരിച്ചുകൊണ്ടിരിക്കണത് കേട്ടോ. ബ്രെഡിന്റെ വർക്കൊക്കെ ചെയ്യുന്ന സർദാറാണ്. നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് വരുന്ന കേട്ടോ. ഈ അടുത്തത് ബ്രെഡും ചായയും. ഇതും പറക്ക് ഇതും പറക്ക്. ഇതും പറക്ക് ഇതും പറക്ക്. ഇതും പറക്ക്. ഇവിടെ ഉസ്താദിനുള്ള പൈസ അവർ കൊടുക്കുകയാണ് ഓരോരുത്തർ വന്നിട്ട്. അവരുടെ ബ്രെഡും ചായയും പരിപാടിയാണ് കേട്ടോ. എല്ലാവരും നിസ്കാരം കഴിഞ്ഞിട്ട് ബ്രെഡ് ചായ
ചായ കുടിക്കണം കേട്ടോ. ബ്രെഡ് കഴിച്ചില്ല, ചായ മാത്രം. നമ്മുടെ നാട്ടിൽ കാണാത്ത രീതിയിലുള്ള കുട്ടികളൊക്കെ തന്നെ കാശ് കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കാണാനുണ്ട് പാവങ്ങളൊക്കെ. ഇന്ന് പെരുന്നാളായിട്ട് ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണമുണ്ട്. ഞാനൊരു വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് പോണത്. അവരെ കൂടെ അവർ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇദ്ദേഹമാണെന്ന് നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഞങ്ങൾ കുറച്ച് കാലമായിട്ടുള്ള ബന്ധങ്ങളാണ്. അപ്പോൾ മൂപ്പര വീട് അവിടെ പണിയുന്നുണ്ട്. അവിടുത്തെ ഞങ്ങൾ ആദ്യമായിട്ട് പോയി നോക്കണം. അപ്പോൾ തൽക്കാലം അവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് പണിനോടത്തേക്ക് വന്നു. ഇവിടെ നോക്കിയേ, പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഇതേപോലത്തെ വർക്കുകൾ. നമുക്കുള്ള ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ നോക്കട്ടെ ഏട്ടാ. ചിക്കൻ ബിരിയാണി, ചിക്കൻ കറിയാണ് അല്ലേ. ചിക്കൻ കറി ഉണ്ട്, പിന്നെ കുറച്ച് സേമിയോ ഒക്കെ ഉണ്ടാക്കിയ മധുരം. അപ്പോൾ നമ്മുടെ ഫുഡടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു സർദാർ വന്നിട്ടുണ്ട്. नाम क्या है? नाम क्या? नाम क्या आपका? गुरमीत सिंह। गुरमीत सिंह अयलवासी। आपका पड़ोसी है ना? हाँ, അയൽവാസിയാണ്. ഞാനിവരുടെ വീട്ടിൽ നിന്ന് പോവാണ്. നമ്മുടെ അവിടെ നിന്ന് പോകുന്നത് വേറൊരു ഗ്രാമത്തിലേക്കാണ്. അവിടെ ഹിമാചൽ അതുപോലെ കാശ്മീരിനൊക്കെ വന്ന് താമസിക്കുന്ന കുറച്ച് കൂട്ടരുണ്ട്. അവർ മറ്റേ കന്നുകാലികളൊക്കെ വളർത്തുന്ന ഒരു ടീമാണ്. അപ്പോൾ അവർ വീട്ടിലേക്ക് ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോവാണ്. ഇവിടെയാണ് കേട്ടോ അവർ താമസിക്കുന്നത്, കന്നുകാലികളൊക്കെ ആയിട്ട്. കാണുമ്പോൾ ഭയങ്കര ദരിദ്ര പിടിച്ച പോലൊക്കെ നമുക്ക് തോന്നും. പക്ഷേ കുറേ കന്നുകാലികളുണ്ട്. അതിൻ്റെ പാലൊക്കെ വിറ്റ് കിട്ടുമ്പോൾ അത്യാവശ്യം ക്യാഷൊക്കെ ഉണ്ടാവും തോന്നുന്നു. ഉണ്ടല്ലേ, ഇവിടേക്ക് അവർ താമസിക്കുന്നു. ഫുള്ള് വൈക്കോലുള്ള വീടാണ് ഇവരുടെ. ആളവിടെ വിളിച്ച ആളെ കാണാനില്ലല്ലോ. ബഷീർ ഭായ് വരുന്ന. അസ്സലാമു അലൈക്കും. ക്യാലേ നമുക്കൊരു വീട്ടിലേക്ക് കയറാം. ഇവിടെയാണ് അവരുടെ സെറ്റപ്പ്. അടിപൊളിയായിട്ട് നല്ല കൂളാണ്. പുറത്ത് നല്ല വെയിലുണ്ട്, ഇവിടെ നല്ല കൂളാണ്. അടിപൊളി ബെഡും കാര്യങ്ങളൊക്കെ സൂപ്പർ. ഇതിപ്പോൾ സുഖാച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ AC ഒന്നും വേണ്ട. ഇവിടെ കന്നുകാലിയാണ്. ഇവിടെ വന്നപ്പോൾ സേമിയ ഉണ്ടായിരുന്നു. സേമിയ കഴിച്ചു. എല്ലായിടത്തും സേമിയ ഉണ്ട്. ഇവിടെ മൊത്തത്തിൽ മീട്ടായിദ് എന്നാണ് പറയുക. ഇതേ പോലത്തെ അല്ല, മീട്ടായിദ് പോലത്തെ തന്നെ. ഇവിടെ നമ്മൾ ചെറുപെരുന്നാളെന്ന് പറയുമ്പോൾ ഇവർ മീട്ടായിദ് എന്നാണ് പറയുന്നത്. അതുപോലെ ഏത് വീട്ടിൽ പോയാലും സേമിയ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ചായ കുടിക്കാൻ ചായയുടെ സാധനം നല്ല മധുരം എന്തായാലും കുറവാണ്. പോത്തുകൾക്കൊക്കെ കുടിക്കാനുള്ള വെള്ളം, എരുമ, പോത്ത്. ഇവിടെ കുറേ കുടിലുകളുണ്ട് കേട്ടോ. ഈ കുറേ കോഴികളൊക്കെ ഉണ്ട് ഇവിടെ. ഒരാളിരിക്കണ്ടല്ലോ. ഹലോ,
അത് കോഴിക്കുട്ടികൾ. അസ്സലാമലൈക്കും. വീടിൻ്റെ ചുമരുണ്ടാക്കിയാണ് ഇതുപോലെ പുല്ലുകളൊക്കെ വെച്ചിട്ടാണ്. ഉള്ളിൽ മണ്ണുകൊണ്ട് പൊത്തിയേക്കാം. പക്ഷെ ഇവിടെ ചെതല് പിടിക്കുന്നുണ്ട്. തീപിടുത്തൊക്കെ ഉണ്ടായി പെട്ടെന്ന് കത്തും. കാരണം നല്ല വെയിലും ഉണ്ട് ഇവിടെ. ഒന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ. വല്ലാത്തൊരു ജീവിതാട്ടോ ഇവരുടെ. 22 വർഷത്തോളമായി ഇവരിവിടെ താമസിക്കൽ തുടങ്ങിയിട്ട്. ഇവർ ഹിമാചലിൽ നിന്ന് ഇവിടെ വന്ന് കൂടിയവരാണ്. ഈ പ്രോപ്പർട്ടി ഇവർ റെൻറ്റിനെടുത്താണ്. ഒരു കൊല്ലത്തിന് 30,000 രൂപ വെച്ച് റെൻറ്റിനെടുത്തിട്ട് ഇവിടെ പോത്തുകളൊക്കെ വളർത്തിയിട്ട് പോത്ത് എരുമയാണ്. അതിൻ്റെ പാല് വിറ്റിട്ടാണ് ഇവർ ജീവിക്കുന്നത്. 40ഓളം എരുമുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് 40 എരുമുണ്ട്. അതിൻ്റെ പാല് വിറ്റിട്ട് ജീവിക്കുന്നു. പിന്നെ ഈ പോത്തും കുട്ടികളുണ്ടാകുമ്പോഴും അതൊക്കെ വിൽക്കും. പോത്തിനവിടെ അങ്ങനെ ഉപയോഗിക്കുന്നില്ലല്ലോ. അതൊക്കെ അവരിങ്ങനെ വിൽക്കുകയാണ് ചെയ്യാറ്. ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം കിടന്നപ്പോഴേ സുഖമായിട്ട് കിടന്നുറങ്ങി. ഇതിൻ്റെ തോട്ടിൽ ഉറങ്ങിയത് അറിഞ്ഞില്ല, അറിയാണ്ട് ഉറങ്ങിപ്പോയി. അടിപൊളി. ഇവിടെ ഇങ്ങനെ ഇരിക്കാം, നല്ല രസാട്ടാ. വൈക്കോലിൻ്റെ വീഡിയോയിൽ പെടാൻ വേണ്ടി അവരിവിടെ കെടുക്കാൻ വേണ്ടിയിട്ട് മഞ്ചാന്നാണ് പറയാ. നെയ്ത്ത് കട്ടലല്ല കൊടുത്തിട്ട് കെടുക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കിയാണ്. എനിക്ക് ഇവിടുന്ന് പോണം. വായന്മാര് ഇരിക്കണം. ഇതുവരെ അതിലുള്ളിൽ പോയി കിടന്നു തുടങ്ങി. ഇപ്പതാ ഇവിടെ കൂടെ നെട്ടിക്കണം. പിന്നെ പറഞ്ഞേക്കേണ്ട പരിപാടിയൊന്നും ഇല്ല. അപ്പം മക്കളെ ഇവിടെ വന്നിട്ട് പെട്ടു. ഇവർക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കേണ്ട അവസ്ഥയായി. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കി നമുക്കാണെങ്കിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അറിയാവുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞുള്ളൂ. രാത്രിയായി, കുറേ നേരമായി. ഇപ്പോൾ അത് അവരോടെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിച്ചിട്ട് തന്നെ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. നേരെ അത്യാവശ്യമായി കാണിച്ചു തരാൻ. അവരെൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ ഇക്കൊല്ലത്തെ ഈദിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ